സ്വന്തം കാര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും മാത്രം പ്രാധാന്യം നൽകുന്ന ഒരാളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനാണ് ഉൾപ്പെടുത്തിയത്? സത്യം നിങ്ങളെ ഞെട്ടിക്കും. എന്തോ ശരിയല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു നിമിഷം നിശബ്ദത ഏതാണ്ട് അദൃശ്യമായിരിക്കും. നിങ്ങൾക്ക് അത് ആദ്യം വിശദീകരിക്കാൻ കഴിയില്ല. അത് നിലവിളിയല്ല, അത് നിശബ്ദത പോലുമല്ല. നിങ്ങളുടെ ഹൃദയം ചെറുതായി തോന്നാൻ തുടങ്ങുന്ന രീതിയാണിത്. നിങ്ങൾ അവരുടെ അടുത്തായിരിക്കുമ്പോഴെല്ലാം അവരുടെ വാക്കുകൾക്ക് താഴെ ഉണങ്ങിയ ഇലകൾ പോലെ നിങ്ങളുടെ ആത്മവിശ്വാസം തകരുന്നത് ഇങ്ങനെയാണ്. എന്നിട്ടും ചില കാരണങ്ങളാൽ നിങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ വളയുന്നു. ചിലർ ഇതിനെ ഒരു ടോക്സിക് ബന്ധം എന്ന് വിളിക്കുന്നു, മറ്റുള്ളവർ ഇതിനെ വൈകാരിക ദുരുപയോഗം എന്ന് വിളിക്കുന്നു. എന്നാൽ ആഴത്തിൽ നിങ്ങൾക്ക് സത്യമറിയാം, നിങ്ങളൊരു നാർസിസിസ്റ്റുമായി ഇടപഴകുന്നു, അഥവാ സ്വന്തം കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നവരുമായി ഇടപഴകുന്നു. അത് വേദനാജനകമായ ഒന്നല്ല, അത് ആത്മാവിനെ തകർക്കുന്നതായിരുന്നു. എന്നാൽ മിക്ക ആളുകളും നിങ്ങളോട് പറയാത്ത ഭാഗം ഇതാണ്. ഇത് മനഃശാസ്ത്രത്തെക്കുറിച്ച് മാത്രമല്ല, ഇത് ആഘാതത്തെക്കുറിച്ചോ അറ്റാച്ച്മെന്റിനെക്കുറിച്ചോ നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ചോ മാത്രമല്ല. ഇവിടെ വളരെ ആഴത്തിലുള്ള ഒരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട്, ആത്മീയമായ എന്തോ ഒന്ന്. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല. നിങ്ങൾ ദുർബലനായതുകൊണ്ടോ തകർന്നതുകൊണ്ടോ വളരെ ദയയുള്ളവനായതുകൊണ്ടോ അല്ല അത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ബന്ധത്തിൽ, ഈ ആത്മീയ കൂട്ടിയിടിയിൽ ഇടം നേടിയത് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു കാരണത്താലാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, നാർസിസിസ്റ്റ് പോലുള്ള ആധുനിക വാക്കുകൾ ബൈബിൾ ഉപയോഗിക്കുന്നില്ല, പക്ഷേ അത് അവരെ ഉച്ചത്തിൽ വ്യക്തമായി ആവർത്തിച്ച് വിവരിക്കുന്നുണ്ട്. ആടുകളുടെ വേഷം ധരിച്ച ചെന്നായ്ക്കളെക്കുറിച്ചും വാക്കുകൾ ഉപയോഗിച്ച് കൃത്രിമം കാണിക്കുകയും വശീകരിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന അഹങ്കാരികളും വഞ്ചകരുമായ ആളുകളെക്കുറിച്ച് ഇത് മുന്നറിയിപ്പ് നൽകുന്നു. അഹങ്കാരത്തിന്റെ ആത്മാവിനെക്കുറിച്ചും അധികാരദാഹത്തെക്കുറിച്ചും ആകർഷണീയതയുടെ മുഖം മൂടിയെക്കുറിച്ചും ഇത് സംസാരിക്കുന്നു. നമ്മെ നിരാശരാക്കാൻ മാത്രമല്ല ഈ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. ചിലപ്പോൾ അവർ നമ്മെ ഉണർത്താൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് യാദൃച്ഛികമല്ല. മറ്റുള്ളവർക്ക് അതിജീവിക്കാൻ കഴിയാത്ത യുദ്ധങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ദൈവം മാത്രം കേട്ട പ്രാർത്ഥനകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നെ? എന്തിനാണ് ഞാൻ അങ്ങനെ ഒരാളെ ആകർഷിച്ചത്? ദൈവം എന്തിനാണ് ഇത് അനുവദിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ എനിക്ക് നൽകാൻ കഴിയുന്ന എല്ലാ സ്നേഹത്തോടും സത്യത്തോടും കൂടി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ശപിക്കപ്പെട്ടവരല്ല, നിങ്ങൾ മറക്കപ്പെട്ടവരല്ല. മറ്റുള്ളവർക്ക് സഹിക്കാൻ കഴിയാത്തത് സഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സുന്ദരമായ മുഖങ്ങൾക്കും മൃദുവായ വാക്കുകൾക്കും പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഇരുട്ടിനെ നേരിടാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വൈകാരിക കൃത്രിമത്വത്തിന്റെ ചാരത്തിൽ നിന്ന് നരകത്തെ തന്നെ ഇളക്കുന്ന ഒരു സാക്ഷ്യത്തോടെ എഴുന്നേൽക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കാരണം ശത്രു നിങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചത് ദൈവം മറ്റൊരാളെ വിടുവിക്കാൻ ഉപയോഗിക്കാൻ പോകുന്നു. നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ശക്തമായ സത്യം മുറുകെ പിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്വന്തം കാര്യം നോക്കുന്ന ആളിനാൽ നശിപ്പിക്കപ്പെടേണ്ട ജീവിതത്തിലല്ല നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ഉണർത്താൻ വേണ്ടിയാണ് നിങ്ങളെ അവിടെ നിയോഗിച്ചിരിക്കുന്നത്. അതിനാൽ എന്നോടൊപ്പം നിൽക്കൂ. കാരണം നമ്മൾ മൂടുപടം പിൻവലിച്ച് തിരുവെഴുത്തിന്റെ ലെൻസിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ തുടങ്ങിയാൽ സത്യം നിങ്ങളെ ഞെട്ടിക്കും. പക്ഷേ അത് നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഈ ചാനലിന്റെ മെമ്പർ ആകുമല്ലോ. ഈ ചാനലിന്റെ ഹോം പേജിൽ ജോയിൻ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് 120 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രത്യേകം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയും. അതിലുപരി ഈ വലിയ ദൈവിക ശുശ്രൂഷയെ പിന്തുണയ്ക്കുകയും കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്പർ 1, യഥാർത്ഥത്തിൽ ഒരു നാർസിസിസ്റ്റ് എന്താണ്? പുഞ്ചിരിക്ക് പിന്നിലെ ആത്മാവിനെ അനാവരണം ചെയ്യുന്നു. ഒരു നാർസിസിസ്റ്റ് എന്താണ്? ഇക്കാലത്ത് നമ്മൾ നാർസിസിസ്റ്റ് എന്ന വാക്ക് പലപ്പോഴും പ്രചരിപ്പിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത് നിറഞ്ഞിരിക്കുന്നു. അവർ ഇത് ചെയ്താൽ അവർ ടോക്സിക് ആണ്, അവർ അങ്ങനെ പറഞ്ഞാൽ അവർ ഒരു നാർസിസിസ്റ്റ് ആണ്. എന്നാൽ നമുക്ക് കൂടുതൽ ആഴത്തിൽ കുഴിച്ചെടുക്കാം. കാരണം ഇത് മനോഭാവത്തെക്കുറിച്ചോ പെരുമാറ്റത്തെക്കുറിച്ചോ മാത്രമല്ല. തിരുവെഴുത്ത് അനുസരിച്ച് ഇത് വ്യക്തിത്വത്തെക്കാൾ വളരെ ആഴത്തിൽ പോകുന്നു. ഇത് ആത്മീയ അവസ്ഥയെക്കുറിച്ചാണ്. അതിൻ്റെ മൂലത്തിൽ നാർസിസിസം എന്നാൽ സ്വയം ആരാധിക്കുന്നതാണ്. നിങ്ങൾ സൂക്ഷ്മമായി നോക്കിയാൽ അതൊരു പുതിയ ആശയമല്ല. നൂറ്റാണ്ടുകളായി ബൈബിൾ ഈ ആത്മാവിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യെശയ്യാവ് 14 ലൂസിഫറിന്റെ തന്നെ ഭയാനകമായ വാക്കുകൾ നമ്മൾ വായിക്കുന്നു. ഒരിക്കലൊരു മാലാഖ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മുകളിൽ ഉയർത്തും, ഞാൻ എന്നെ തന്നെ അത്യുന്നതനെ പോലെയാക്കും. യെശയ്യാവ് 14:13-14 വാക്യങ്ങൾ. അവിടെയാണ് യഥാർത്ഥ നാർസിസിസ്റ്റ്, അഹങ്കാരത്തിൻ്റെ ഉത്ഭവം, ദൈവത്തിനെതിരായ മത്സരത്തിൻ്റെ ആത്മാവ്. നാർസിസിസം വെറും ഒരു ക്രമക്കേട് മാത്രമല്ല, അത് ശത്രുവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രതിഫലനമാണ്. അധികാരത്തോടുള്ള അഭിനിവേശം, പ്രശംസിക്കപ്പെടൽ, വ്യക്തിപരമായ നേട്ടത്തിനായി മറ്റുള്ളവരെ നിയന്ത്രിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ അപകടകരമായ ഭാഗം. അതൊരു മുഖംമൂടി ധരിക്കുന്നു. മത്തായി 7:15 യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകി, ആടുകളുടെ വേഷം ധരിച്ച് നിങ്ങളുടെ അടുക്കൽ വരുന്ന കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക, എന്നാൽ ഉള്ളിൽ അവർ കൊതിയൂറുന്ന ചെന്നായ്ക്കളാണ്. അവർ അപകടകാരികളായി പ്രത്യക്ഷപ്പെടുന്നില്ല, അവർ സഹായകരമായും ആകർഷകമായും ആത്മവിശ്വാസത്തോടെയും കാന്തികമായും പ്രത്യക്ഷപ്പെടുന്നു. അവർ മുഖസ്തുതി പറയുന്നു, അവർ ആകർഷകമാണ്,
പതുക്കെ നിയന്ത്രണം ആരംഭിക്കുന്നതുവരെ അവർ എല്ലാ ശരിയായ കാര്യങ്ങളും പറയുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും നിങ്ങൾ ഇതിനകം കുടുങ്ങിയിരിക്കും. ഈ ആത്മാവ് പ്രവർത്തിക്കുന്നത് കൃത്രിമത്വം, വ്യാജമായ എളിമ, നീതിയുടെ വേഷം ധരിച്ച അഹങ്കാരം എന്നിവയിലൂടെയാണ്. തിരുവെഴുത്തുകളിൽ നാം അത് കാണുന്നു. ശൗൽ രാജാവിനെ കുറിച്ച് ചിന്തിക്കുക. അവൻ എളിമയോടെ എങ്ങനെ ആരംഭിച്ചു, എന്നാൽ കരഘോഷം വന്നു തുടങ്ങിയപ്പോൾ അവൻ മാറിപ്പോയി. അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അസൂയ നിമിത്തം ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചു. അനുസരണത്തെക്കാൾ തൻ്റെ പ്രതിച്ഛായയിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. പുറമേക്ക് അഭിഷിക്തനായി കാണപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ശൗല്. എന്നാൽ ഉള്ളിൽ ഭയം, അരക്ഷിതാവസ്ഥ, സ്വയം ആരാധന എന്നിവയാൽ നയിക്കപ്പെട്ടു. അതിലേതെങ്കിലും പരിചിതമായി തോന്നുന്നുണ്ടോ? നിങ്ങളൊരു നാർസിസിസ്റ്റുമായി ഇടപെട്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെയോ ദയയുടെയോ കരിസ്മയുടെയോ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരാളുമായി, അത് നിങ്ങളുടെ തലയെ കുഴപ്പിക്കുന്നു. എന്നാൽ അതിലുപരി അതൊരു ആത്മീയ പോരാട്ടമായി മാറുന്നു. നിങ്ങളൊരു ബുദ്ധിമുട്ടുള്ള വ്യക്തിയുമായി മാത്രമല്ല ഇടപെടുന്നത്, നിങ്ങളിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായയെ വെറുക്കുന്ന ഒരു ആത്മാവുമായി നിങ്ങൾ ഇടപെടുന്നു. അതിന് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്ത എന്തും വളച്ചൊടിക്കാനും നിയന്ത്രിക്കാനും തകർക്കാനും ശ്രമിക്കുന്ന ഒരു ആത്മാവ്. എന്നാൽ ധൈര്യപ്പെടുക, കാരണം തിരുവെഴുത്ത് ഒരിക്കലും നമ്മെ ഭയപ്പെടാൻ പറയുന്നില്ല. അത് നമ്മളോട് ബോധവാന്മാരായിരിക്കാനും ദൈവത്തിൻ്റെ പൂർണ്ണ കവചം ധരിക്കാനും വിവേചന ബുദ്ധിയോടെ നടക്കാനും പറയുന്നു. കാരണം നിങ്ങൾ നാർസിസിസ്റ്റിനെ നിങ്ങളെ വേദനിപ്പിച്ച ഒരാളായി മാത്രമല്ല, ഇരുണ്ട എന്തോ ഒന്ന് ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രമായി കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശക്തി തിരികെ എടുക്കാൻ തുടങ്ങും. ഇത് ആളുകളെ മുദ്ര കുത്തുന്നതിനെക്കുറിച്ചല്ല, പുഞ്ചിരിയുടെ പിന്നിലെ ആത്മാവിനെ തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ്. അതിലും പ്രധാനമായി നിങ്ങളെ എന്തിനാണ് ആ ആത്മാവിൻ്റെ പാതയിൽ ആദ്യം എത്തിച്ചതെന്ന് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. അടുത്തതായി അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്പർ 2, ദൈവം വേദന പാഴാക്കുന്നില്ല. കുഴപ്പത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ചോദിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഉത്തരം നൽകാൻ അതിലും ബുദ്ധിമുട്ടുള്ളതുമായ ചോദ്യങ്ങളിൽ ഒന്ന് ഇതാണ്: സ്നേഹവാനായ ഒരു ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇത്ര വിനാശകാരിയായ ഒരാളെ എന്തിനാണ് അനുവദിക്കുന്നത്? അവനെല്ലാം ശക്തനും എല്ലാം അറിയുന്നവനും കരുണ നിറഞ്ഞവനുമാണെങ്കിൽ അവൻ എന്തുകൊണ്ടത് നിർത്തിയില്ല? അതൊരു യഥാർത്ഥ ചോദ്യമാണ്. നീ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ ദുർബലനല്ല, നീ സത്യസന്ധനാണ്. പക്ഷേ തിരുവെഴുത്തുകളിലൂടെയും എൻ്റെ സ്വന്തം മുറിവുകളിലൂടെയും ഞാൻ പഠിച്ചത് ഇതാണ്: ദൈവം വേദന പാഴാക്കുന്നില്ല. ഒരു കണ്ണുനീർ, ഒരു വഞ്ചന, ഒരു ഉറക്കമില്ലാത്ത രാത്രി, നിങ്ങളുടെ മൂല്യത്തെ ചോദ്യം ചെയ്ത ഹൃദയവേദന പോലും. റോമർ 8:28 നമ്മെ ഓർമ്മിപ്പിക്കുന്നു: എല്ലാ കാര്യങ്ങളിലും ദൈവം തന്നെ സ്നേഹിക്കുന്നവരുടെ, തൻ്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കറിയാം. എല്ലാം, ഇതും അവരും പോലും. ജോസഫിന്റെ ജീവിതം നോക്കുക. സ്വന്തം സഹോദരന്മാരാൽ അടിമത്തത്തിലേക്ക് വിൽക്കപ്പെട്ടു. സ്വന്തം രക്തമാണ്. ഉപേക്ഷിക്കപ്പെട്ടു, ഒറ്റിക്കൊടുക്കപ്പെട്ടു, വ്യാജമായി ആരോപിക്കപ്പെട്ടു, ജയിലിൽ മറന്നുപോയി. ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിച്ചു എന്ന് ആർക്കെങ്കിലും ചോദിക്കാൻ കാരണമുണ്ടെങ്കിൽ അത് അവനായിരുന്നു. എന്നാൽ ഉൽപ്പത്തി 50:20 വേഗത്തിൽ മുന്നോട്ട് പോകൂ. വേദനയുടെ പിന്നിലെ ഉദ്ദേശം കണ്ട ഒരാളിൽ നിന്ന് മാത്രം വരുന്ന ഒരു കാര്യം ജോസഫ് പറയുന്നു: നീ എന്നെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചു, പക്ഷെ ദൈവം അത് നന്മയ്ക്കായി ഉദ്ദേശിച്ചത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിറവേറ്റുന്നതിനാണ്, അനേകരുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ്. അവിടെ ദൈവരാജ്യ വീക്ഷണമുണ്ട്. തിരിഞ്ഞു നോക്കി അവർ തിന്മയ്ക്കായി ഉദ്ദേശിച്ചത് നന്മയ്ക്കായി മാറ്റിമറിച്ചു എന്ന് പറയാനുള്ള കഴിവ്. നോക്കൂ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നാർസിസിസ്റ്റുകളെ അയക്കുന്നില്ല. അവൻ നിങ്ങളുടെ കഷ്ടപ്പാടുകളെ സന്തോഷിക്കുന്നില്ല. പക്ഷെ നമ്മെ പരിഷ്കരിക്കാനും, നമ്മെ ഉണർത്താനും, നമ്മുടെ ആത്മീയ വിവേചനാധികാരം ശക്തിപ്പെടുത്താനും, പാറ്റേണുകൾ തകർക്കാനും, വിഗ്രഹങ്ങൾ നീക്കം ചെയ്യാനും, പ്രാർത്ഥനയിൽ എങ്ങനെ പോരാടണമെന്ന് പഠിപ്പിക്കാനും, മറ്റൊന്നിനും നമ്മുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കാൻ കഴിയാത്തപ്പോൾ നമ്മെ അവൻ്റെ സാന്നിധ്യത്തിലേക്ക് നിർബന്ധിക്കാനും അവൻ ചില കാര്യങ്ങൾ അനുവദിക്കുന്നു. ചിലപ്പോൾ വിള്ളലുകൾ വെളിപ്പെടുത്താൻ തകർച്ച ആവശ്യമാണ്. ചിലപ്പോൾ നമ്മുടെ മുറിവുകൾ വെളിപ്പെടുത്താൻ കൃത്രിമത്വം ആവശ്യമാണ്. ചിലപ്പോൾ കുഴപ്പങ്ങൾ വെളിയിലേക്ക് ജനിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടുണ്ടാകില്ലായിരിക്കാം. പക്ഷേ ഈ വേദനയുടെ മറുവശത്ത് ധൈര്യശാലിയും സുഖം പ്രാപിച്ചവനും വ്യക്തതയുള്ളവനും ശക്തനുമായ നിങ്ങളുടെ ഒരു പതിപ്പുണ്ട്. അതിജീവിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ അവരുടെ വഴി കണ്ടെത്താൻ സഹായിക്കുന്ന ഒരാൾ. ഈ കൊടുങ്കാറ്റിലൂടെ ദൈവം നിങ്ങളെ ആ പതിപ്പിനായി ഒരുക്കുകയാണ്. അപ്പോൾ ഇല്ല, അവൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല. അവൻ നിങ്ങളെ ശിക്ഷിക്കുന്നില്ല, അവൻ നിങ്ങളെ സ്ഥാനപ്പെടുത്തുകയാണ്. ശരിയായ സമയം വരുമ്പോൾ ഒരു തകർച്ച പോലെ തോന്നിയത് ഒരു വഴിത്തിരിവായി വെളിപ്പെടുത്തും. ശിക്ഷ പോലെ തോന്നിയത് ഒരു തയ്യാറെടുപ്പായി വെളിപ്പെടുത്തും. കാരണം നിങ്ങളുടെ വേദനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഒരു രാജ്യത്തിന്റെ ലക്ഷ്യമുണ്ട്. അത് വികസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്പർ 3, നിങ്ങൾ അവരുടെ ഇരുട്ടിലെ വെളിച്ചമാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ ലക്ഷ്യമിട്ടത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും നേരെയാക്കാം. ഒരു നാർസിസിസ്റ്റ് അഥവാ സ്വന്തം കാര്യങ്ങളിൽ മാത്രം അഭിരമിക്കുന്നവൻ നിങ്ങളെ ലക്ഷ്യം വെച്ചത് നിങ്ങളെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് കൊണ്ടല്ല. നിങ്ങൾ ദുർബലനായതുകൊണ്ടല്ല നിങ്ങളെ തിരഞ്ഞെടുത്തത്. വാസ്തവത്തിൽ ഇത് തികച്ചും വിപരീതമാണ്. നിങ്ങൾ വെളിച്ചം വഹിക്കുന്നതിനാലാണ് നിങ്ങളെ ലക്ഷ്യം വെച്ചത്. അവർക്കില്ലാത്ത എന്തോ ഒന്ന് നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. അവർക്കത് വിശദീകരിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം അവരുടെ ഉള്ളിലെ ഇരുട്ടിനെ അസ്വസ്ഥമാക്കി. മത്തായി 5:14 യേശു തന്നെ പറഞ്ഞു: നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം മറയ്ക്കാൻ കഴിയില്ല. എന്നാൽ വെളിച്ചത്തെക്കുറിച്ചുള്ള കാര്യം ഇതാ: നിഴലുകളിൽ ഒളിഞ്ഞിരിക്കുന്നതിനെ അത് തുറന്നു കാട്ടുന്നു.
മറ്റുള്ളവർ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് വെളിപ്പെടുത്തുന്നു. നാർസിസിസ്റ്റുകൾ അവരുടെ ഉള്ളിൽ ഒരു പ്രതിച്ഛായയെ, ഒരു വ്യാജ സ്വത്വത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവർ പ്രകടനത്തിലും നിയന്ത്രണത്തിലും മിഥ്യയിലുമാണ് ജീവിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള ഒരാൾ, സത്യം, അനുകമ്പ, ആഴം, സത്യസന്ധത എന്നിവയുള്ള ഒരാൾ ചിത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അത് പ്രകടനത്തെ തടസ്സപ്പെടുത്തുന്നു. അവർ നിങ്ങളുടെ ഹൃദയം കണ്ടു, അവർ നിങ്ങളുടെ ദയ കണ്ടു, നിങ്ങൾ സ്വാഭാവികമായി കൃപ നൽകുന്ന രീതി അവർ കണ്ടു. ശക്തനാകാൻ നിങ്ങൾ എങ്ങനെ കൃത്രിമം കാണിക്കേണ്ടതില്ലായിരുന്നു. നിങ്ങളുടെ മൂല്യം അറിയാൻ നിങ്ങൾ ശ്രദ്ധ ആവശ്യപ്പെടാതിരുന്നത് എങ്ങനെ? ബോധപൂർവമോ അബോധപൂർവമോ അത് അവരെ അലട്ടിയിട്ടുണ്ട്. നാർസിസിസ്റ്റ് നിങ്ങളുടെ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു, പക്ഷേ അത് സ്വന്തമാക്കാനും നിയന്ത്രിക്കാനും കുറയ്ക്കുവാനും അവർ ആഗ്രഹിച്ചു. കാരണം നിങ്ങളുടെ വെളിച്ചം അവരുടെ ആത്മാവിലെ ശൂന്യതയെ ആഴത്തിൽ തുറന്നുകാട്ടി. ഓർക്കുക, പരീശന്മാർ കുറ്റവാളികളാൽ ഭീഷണിപ്പെടുത്തപ്പെട്ടിരുന്നില്ല, അവരെ യേശു ഭീഷണിപ്പെടുത്തി. എന്തുകൊണ്ട്? കാരണം അവൻ അധികാരം വഹിച്ചത് സാധൂകരണം തേടാതെയാണ്. കാരണം അവൻ ആളുകളെ ഉപയോഗിക്കാതെ സ്നേഹിച്ചു. കാരണം അവൻ്റെ സാന്നിധ്യം അവരുടെ കാപട്യത്തെ തുറന്നുകാട്ടി. അതിനായി അവർ അവനെ വെറുത്തു. നിങ്ങൾക്കും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളൊരു നല്ല വ്യക്തി മാത്രമല്ല, നിങ്ങളൊരു ആത്മീയ ഭീഷണിയാണ്. നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം ആഴമുള്ളതാണ്, നിങ്ങളുടെ വിവേചന അധികാരം വളരുകയാണ്. നിങ്ങളുടെ തകർച്ചയിൽ പോലും വ്യാജ ആളുകൾക്ക് പകർത്താൻ കഴിയാത്ത തരത്തിലുള്ള ആധികാരികത നിങ്ങൾ പ്രസരിപ്പിക്കുന്നു. അതിനാൽ നാർസിസിസ്റ്റ് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഒരു പോരാട്ടത്തിൽ വിജയിക്കാൻ ശ്രമിച്ചില്ല, അവർ ഒരു വെളിച്ചം മങ്ങിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം നിങ്ങൾ ആശയക്കുഴപ്പത്തിലും അരക്ഷിതാവസ്ഥയിലും സ്വയം ചോദ്യം ചെയ്യലിലും തുടരുന്നിടത്തോളം അവർക്ക് അവരുടെ വഞ്ചനയിൽ സുഖമായി കഴിയാൻ കഴിയും. എന്നാൽ ഇതാ ഒരു സന്തോഷ വാർത്ത, അവർ നിങ്ങളുടെ വെളിച്ചം നശിപ്പിച്ചില്ല, അവർ അത് വെളിപ്പെടുത്തി. ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ യഥാർത്ഥത്തിൽ ആരാണെന്ന് കാണാൻ തുടങ്ങിയിരിക്കുന്നു. ആ വെളിച്ചം കൂടുതൽ തിളക്കത്തോടെ പ്രകാശിക്കാൻ പോകുന്നു. നിങ്ങളുടെ രോഗശാന്തിക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പോഴും ഇരുട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റുള്ളവരുടെ രോഗശാന്തിക്കും വേണ്ടിയാണ്. നമ്പർ 4, തീ ശുദ്ധീകരിക്കുന്നു. യോദ്ധാക്കളെ രൂപപ്പെടുത്താൻ ദൈവം നാർസിസിസ്റ്റുകളെ എങ്ങനെ ഉപയോഗിക്കുന്നു? ചിലപ്പോൾ നമ്മൾ ദൈവത്തോട് നമ്മെ ശക്തരാക്കാൻ അപേക്ഷിക്കുന്നു, തുടർന്ന് ജീവിതം കൂടുതൽ കഠിനമാകും. നമ്മളെ വളർത്താൻ നാം അവനോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് നമുക്ക് സഹിക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതിയതിലും അപ്പുറത്തേക്ക് നമ്മെ വലിച്ചു നീട്ടുന്ന സാഹചര്യങ്ങളിൽ നാം സ്ഥാപിക്കപ്പെടുന്നു. അത് ശിക്ഷയല്ല, അത് ശുദ്ധീകരിക്കുന്നു, അത് പരിഷ്കരിക്കലാണ്. സദൃശവാക്യങ്ങൾ 17:3 പറയുന്നു, വെള്ളിക്ക് പുടവും സ്വർണത്തിന് ഉലയും, എന്നാൽ കർത്താവ് ഹൃദയത്തെ ശോധന ചെയ്യുന്നു. ലോഹത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ശുദ്ധീകരണം. ഏറ്റവും ശുദ്ധമായ വസ്തു മാത്രം അവശേഷിക്കുന്നതുവരെ സ്വന്തമല്ലാത്തതെല്ലാം കത്തിച്ചു കളയുന്നു. ലോഹം തയ്യാറാണെന്ന് ശുദ്ധീകരണക്കാരനെ എങ്ങനെ അറിയാമെന്ന് നിങ്ങൾക്കറിയാമോ? അതിൽ തൻ്റെ പ്രതിബിംബം കാണാൻ കഴിയുമ്പോൾ മാത്രമാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നതും അതാണ്. നാർസിസിസ്റ്റ് തീയായിരുന്നില്ല, തീയായിരുന്നു പ്രക്രിയ. നാർസിസിസ്റ്റ് രോഗശാന്തി ആവശ്യമുള്ളത് തകർക്കേണ്ടത് എന്താണ്, കീഴടങ്ങൽ എന്താണ് വേണ്ടതെന്ന് വെളിപ്പെടുത്തുന്ന ഉപകരണം മാത്രമായിരുന്നു. ദാവീദിനെ നോക്കുക, ചെറുപ്പത്തിൽ തന്നെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു, പക്ഷെ അവൻ ഉടൻ തന്നെ ആ സ്ഥാനത്തേക്ക് കാലെടുത്തു വെച്ചില്ല. പകരം ദൈവം അവനെ ശൗൽ രാജാവിന്റെ കൊട്ടാരത്തിൽ പ്രതിഷ്ഠിച്ചു. അസൂയയുള്ള, കൃത്രിമം കാണിക്കുന്ന, വൈകാരികമായ അസ്ഥിരനായ, ആത്മീയ അഹങ്കാരം നിറഞ്ഞ ഒരു മനുഷ്യൻ. ദാവീദ് അവനു വേണ്ടി സംഗീതം വായിച്ചു, അവനെ സേവിച്ചു, കോപത്തോടെ എറിയപ്പെട്ട കുന്തങ്ങൾ വെട്ടിച്ചു, ജീവനു വേണ്ടി ഓടി, ഗുഹകളിൽ ഒളിച്ചു, സങ്കീർത്തനങ്ങളിൽ ദൈവത്തോട് നിലവിളിച്ചു. തന്നെ പോലെ അഭിഷിക്തനായ ഒരാൾക്ക് ഇത്രയധികം കഷ്ടപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ ദൈവം എന്താണ് ചെയ്തത്? അവനെ ശുദ്ധീകരിക്കുന്നു. താഴ്വരയിലൂടെ നയിക്കാനും കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാനും അന്യായമായി പെരുമാറുമ്പോഴും മൃദുല ഹൃദയനായി തുടരാനും അവനെ പഠിപ്പിക്കുന്നു. കിരീടത്തിന്റെ ഭാരം ദുഷിപ്പിക്കാതെ വഹിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായി ദാവീദിനെ രൂപപ്പെടുത്തുകയായിരുന്നു. നിങ്ങളും ഒരു ശൗലിന്റെ സാന്നിധ്യത്തിലായിരുന്നു. ദാവീദിനെ പോലെ വേദന നിങ്ങളെ കൈപ്പേറിയവനാക്കിയില്ല, അത് നിങ്ങളെ മികച്ചതാക്കി. നിങ്ങളുടെ സ്വഭാവത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആത്മീയ യുദ്ധങ്ങൾ എങ്ങനെ നടത്താമെന്ന് നിങ്ങൾ പഠിക്കുകയാണ്. ആളുകളുടെ അഭിപ്രായങ്ങളെ അല്ല, ദൈവത്തെ എങ്ങനെ വിശ്വസിക്കാമെന്ന് നിങ്ങൾ പഠിക്കുകയാണ്. താഴ്വരയിലൂടെ നടക്കുമ്പോൾ പോലും ഇടയനോട് എങ്ങനെ അടുത്തു നിൽക്കാമെന്ന് നിങ്ങൾ പഠിക്കുകയാണ്. അതുകൊണ്ട് തീയെ പുച്ഛിക്കരുത്. കാരണം ദൈവം നിങ്ങളെ വളരെ വിനാശകരമായ ഒന്നിലൂടെ കടന്നുപോകാൻ അനുവദിക്കുമ്പോൾ അതൊരിക്കലും അതിജീവനത്തെക്കുറിച്ച് മാത്രമല്ല. ആഘാതത്തിന് മുമ്പ്, കൃത്രിമത്വത്തിന് മുമ്പ്, നുണകൾക്ക് മുമ്പ് നിങ്ങൾ എപ്പോഴും വിളിക്കപ്പെട്ടതുപോലെ ആകുന്നതിനെക്കുറിച്ചാണ് ഇത്. നിങ്ങളൊരു അതിജീവനക്കാരൻ മാത്രമല്ല, നിങ്ങളൊരു യോദ്ധാവാണ്. നിങ്ങൾ വഹിക്കുന്ന ഓരോ വടുവും നരകം നഷ്ടപ്പെട്ടതിൻ്റെ തെളിവാണ്. നമ്പർ 5, ചക്രം തകർക്കൽ. ദൈവം നിങ്ങളെ ഒരു ചക്രം തകർക്കുന്നവനാകാൻ എങ്ങനെ വിളിക്കുന്നു? സാധാരണയായി വേദനയുടെ മധ്യത്തിൽ ദൈവം സൗമ്യമായി എന്നാൽ ദൃഢമായി വെളിച്ചം ഓണാക്കുന്ന ഒരു നിമിഷം വരുന്നു. നാർസിസിസ്റ്റുകളിൽ മാത്രമല്ല, പാറ്റേണിലും. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ആദ്യമായല്ലെന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ അത് കുട്ടിക്കാലത്ത് ആരംഭിച്ചിരിക്കാം. സാഹചര്യങ്ങൾക്കൊപ്പമുള്ള സ്നേഹം, കൃത്രിമത്വം സാധാരണം, വൈകാരിക പീഡനം എന്നിവ അച്ചടക്കമായി തള്ളിക്കളയപ്പെട്ട ഒരു വീട്ടിലായിരിക്കാം നിങ്ങൾ വളർന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരായി വളരെ പരിചിതമായി തോന്നുന്ന ബന്ധങ്ങളിൽ സ്വയം കണ്ടെത്തിയ ആളായിരിക്കാം. എന്നാൽ സത്യം ഇതാ, പാറ്റേണുകൾ വെറുതെ സംഭവിക്കുന്നില്ല.
അവ ഒരു തലമുറയിൽ നിന്ന് അടുത്തതിലേക്ക് പുനർനിർമ്മിക്കുന്നു. ആരെങ്കിലും മതി എന്ന് പറയുന്നതുവരെ കുടുംബങ്ങളിലൂടെയും പള്ളികളിലൂടെയും സംസ്കാരങ്ങളിലൂടെയും സമൂഹങ്ങളിലൂടെയും നിശബ്ദമായി നീങ്ങുന്നു. പുറപ്പാട് 20:5 പിതാക്കന്മാരുടെ പാപങ്ങൾ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അത് ദൈവത്തിൽ നിന്നുള്ള ശാപമല്ല, ഇത് പുനരുൽപാദനത്തിന്റെ ഒരു ആത്മീയ നിയമമാണ്. സുഖപ്പെടുത്താത്തത് കൈമാറ്റം ചെയ്യപ്പെടുന്നു, തുറന്നു കാട്ടപ്പെടാത്തത് പ്രവർത്തിക്കുന്നു, ദൈവത്തിന് കീഴടങ്ങാത്തത് നിയന്ത്രിക്കുന്നു. എന്നാൽ ഇതാ സന്തോഷ വാർത്ത, യേശു നിങ്ങളോട് ക്ഷമിക്കാൻ വന്നില്ല, അവൻ നിങ്ങളെ സ്വതന്ത്രരാക്കാൻ വന്നു. അവൻ നിങ്ങളെ ഒരു ചക്രം തകർക്കുന്നവനാക്കാൻ വന്നു. തന്റെ പിതാവ് പണിത ബാലിന്റെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയാൻ ഒളിവിൽ നിന്ന് ദൈവം വിളിച്ച ഗിദെയോനെ പോലെ, വിഗ്രഹാരാധനയുടെ ദേശം വിട്ട് വിശ്വാസത്തിന്റെ പിതാവായി മാറിയ അബ്രഹാമിനെ പോലെ, നിശബ്ദത തകർത്ത് ഒരു തലമുറയെ രക്ഷിച്ച എസ്തറിനെ പോലെ. നിങ്ങൾ പോരാടേണ്ടി വന്ന യുദ്ധങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കില്ല, പക്ഷെ അവ അവസാനിപ്പിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ രോഗശാന്തി നിങ്ങൾക്കറിയാവുന്നതിലും പ്രധാനമാണ്. കാരണം ദൈവം നിങ്ങളെ വിടുവിക്കുമ്പോൾ അവനൊരു വ്യക്തിയെ മാത്രമല്ല രക്ഷിക്കുന്നത്, അവൻ നിങ്ങളുടെ പിന്നാലെ വരുന്ന എല്ലാറ്റിൻ്റെയും ദിശ മാറ്റുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നാർസിസിസ്റ്റ് ഒരിക്കലും അവരെക്കുറിച്ചായിരുന്നില്ല. പൂർത്തിയാകാത്ത പ്രവൃത്തി നിങ്ങൾക്ക് കാണിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു കണ്ണാടിയായിരുന്നു അത്. നിങ്ങൾക്ക് ലജ്ജ തോന്നുന്ന തരത്തിലല്ല, മറിച്ച് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയായിരുന്നു അത്. നിങ്ങൾ സത്യം കണ്ടുകഴിഞ്ഞാൽ, അത് ശരിക്കും കണ്ടാൽ, നിങ്ങൾ ശത്രുവിൻ്റെ രാജ്യത്തിന് അപകടകാരിയാകുമെന്ന് അവൻ അറിയാമായിരുന്നു. നിങ്ങൾ രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമല്ല, മറ്റുള്ളവരെ രക്ഷപ്പെടാൻ സഹായിക്കാനുള്ള അധികാരം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ സംഭവിക്കുന്നതിനെ കുറച്ചു കാണരുത്. ഇത് വെറും രോഗശാന്തിയല്ല, പാരമ്പര്യമാണ്. നിങ്ങൾ ചക്രത്തെ അതിജീവിക്കുക മാത്രമല്ല, അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. നമ്പർ 6, ആത്മീയ യുദ്ധം. നാർസിസിസ്റ്റ് ഒരു ആയുധമായിരുന്നു, പക്ഷേ ദൈവം വിജയിയാണ്. നിങ്ങൾ മുമ്പ് ഈ വാക്യം കേട്ടിരിക്കാം. കണ്ണീരിന്റെ മധ്യത്തിൽ പോലും അത് ഉദ്ധരിച്ചിരിക്കാം. കാരണം നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരെയല്ല, മറിച്ച് ഭരണാധികാരികൾക്കെതിരെ, അധികാരങ്ങൾക്കെതിരെ, ഉന്നതങ്ങളിലെ ആത്മീയ ദുഷ്ടതയ്ക്കെതിരെ പോരാടുന്നു. എഫേസ്യർ 6:12. എന്നിട്ടും നിങ്ങൾ നാർസിസിസ്റ്റിക് ദുരുപയോഗത്തിന്റെ നടുവിലായിരിക്കുമ്പോൾ നിങ്ങളിലെ എല്ലാം വ്യക്തിയോട് പോരാടാൻ ആഗ്രഹിക്കുന്നു. നുണകൾ, കൃത്രിമത്വം, കുറ്റബോധം, നിശബ്ദ ചികിത്സകൾ, നിഷ്ക്രിയ ആക്രമണാത്മക നിയന്ത്രണം. അത് വളരെ വ്യക്തിപരവും വളരെ മനഃപൂർവ്വവും വളരെ ലംഘനവുമാണ്. എന്നാൽ തിരുവെഴുത്ത് നിങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: അത് വ്യക്തിപരമാണ്, പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ല. ശത്രു ആ നാർസിസിസ്റ്റിനെ നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്, അവൻ നിങ്ങളുടെ നിയമനത്തെ തടസ്സപ്പെടുത്താനും, നിങ്ങളുടെ വ്യക്തിത്വം ചോർത്താനും, നിങ്ങളുടെ ശബ്ദം കവർന്നെടുക്കാനും, നിങ്ങളുടെ വിളിയെ നിശബ്ദമാക്കാനും ശ്രമിക്കുന്നു. ഏറ്റവും മോശം, നിങ്ങളെ ജഡത്തിനെതിരെ പോരാടാൻ പ്രേരിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ അതിൻ്റെ പിന്നിലെ ആത്മാവിനെ ഒരിക്കലും നേരിടില്ല. ഇതൊരു ആത്മീയ യുദ്ധമാണ്. നാർസിസിസ്റ്റ് ആയുധമായിരിക്കാം, പക്ഷേ അവ യുദ്ധമായിരുന്നില്ല. അതുകൊണ്ടാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്, മനുഷ്യ ആയുധങ്ങൾ ഉപയോഗിച്ചോ സമർത്ഥമായ തിരിച്ചുവരവുകളോ പ്രതികാര ഭാവനകളോ ഉപയോഗിച്ചോ അല്ല, മറിച്ച് ദൈവത്തിന്റെ ആയുധം ഉപയോഗിക്കുക. പിശാചിന്റെ തന്ത്രങ്ങൾക്കെതിരെ നിങ്ങളുടെ നിലപാട് സ്വീകരിക്കാൻ ദൈവത്തിന്റെ പൂർണ്ണ കവചം ധരിക്കുക. എഫേസ്യർ 6:11. നാർസിസിസ്റ്റുകൾ അതിനെ വളച്ചൊടിക്കുന്നതിനാൽ നിങ്ങൾക്ക് സത്യത്തിന്റെ അരപ്പട്ട ആവശ്യമാണ്. അവർ നിങ്ങളുടെ സ്വഭാവത്തെ ആക്രമിക്കുന്നതിനാൽ നീതിയുടെ കവചം, വിശ്വാസത്തിന്റെ പരിച, കാരണം അവർ സംശയത്തിന്റെ തീയമ്പുകൾ എറിയുന്നു. രക്ഷയുടെ ശിരസ്ത്രം ധരിക്കുക, കാരണം അവർ നിങ്ങളുടെ മനസ്സിനെ കുഴപ്പിക്കാൻ ശ്രമിക്കുന്നു. എല്ലാറ്റിനുമുപരി നിങ്ങൾക്ക് ആത്മാവിന്റെ വാൾ ആവശ്യമാണ്. അത് ദൈവവചനമാണ്, കാരണം എല്ലാ ശക്തി കേന്ദ്രങ്ങളെയും തകർക്കുന്ന ആയുധമാണത്. ഇത് പരിഭ്രാന്തരാകുന്നതിനെക്കുറിച്ചോ എല്ലാവരെയും പിശാചുബാധിതരായി മുദ്ര കുത്തുന്നതിനെക്കുറിച്ചോ അല്ല, ആത്മീയ അവബോധത്തോടെ ജീവിക്കുന്നതിനെക്കുറിച്ചാണ്. നാർസിസിസ്റ്റുകൾക്ക് അതിരുകൾ മാത്രം ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിന് ചുറ്റും ഒരു മതിൽ പണിയാൻ കഴിയുന്നതിനാൽ അവർക്ക് വിവേചനാധികാരം ആവശ്യമാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നില്ലെങ്കിൽ ശത്രു എപ്പോഴും ഒരു പുതിയ വഴി കണ്ടെത്തും. ഈ സീസൺ നിങ്ങളെ കഠിനമാക്കാൻ ദൈവം അനുവദിച്ചില്ല, നിങ്ങളെ പരിശീലിപ്പിക്കാൻ അവനത് അനുവദിച്ചു. നിങ്ങൾ വൈകാരികമായി സുഖപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ ആത്മീയമായി ഉണരുകയാണ്. യുദ്ധം എങ്ങനെ തിരിച്ചറിയാമെന്നും ശത്രുവിനെ എങ്ങനെ നേരിടാമെന്നും ഭയത്തിനു പകരം അധികാരത്തിൽ എങ്ങനെ നടക്കാമെന്നും നിങ്ങൾ പഠിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാർസിസിസ്റ്റുകൾക്ക് അവരുടെ ശക്തി നഷ്ടപ്പെടുന്നു. അവർ മാറിയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ മാറിയതുകൊണ്ടാണ്. നമ്പർ 7, അധികാരത്തിൽ ഉയർച്ച. നിങ്ങളുടെ വേദന നിങ്ങളുടെ ശുശ്രൂഷയായി മാറുന്നു. എല്ലാ കഥയിലും ഒരു വഴിത്തിരിവുണ്ട്. എന്തുകൊണ്ട് ഞാൻ എന്ന് ഇര ചോദിക്കുന്നത് നിർത്തി ഇപ്പോൾ എന്താണ് എന്ന് ചോദിക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങൾ അവിടെയാണ്. നിങ്ങൾ തീയിലൂടെ നടന്നു. മേൽക്കൂരയിൽ നിന്ന് ഉയർന്നു വരുന്നത് പോലെയുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മൂല്യത്തെയും നിങ്ങളുടെ വിവേകത്തെയും നിങ്ങളുടെ വിശ്വാസത്തെയും പോലും നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും നിങ്ങളിപ്പോഴും ഇവിടെയുണ്ട്. നിങ്ങളിപ്പോഴും നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഉദ്ദേശം പൂർത്തിയായിട്ടില്ല എന്നാണ്. അത് ആരംഭിക്കുന്നതേ ഉള്ളൂ. കാരണം ദൈവം ഒരിക്കലും വേദന പാഴാക്കുന്നില്ല, അവൻ അത് വീണ്ടും ഉപയോഗിക്കുന്നു. 2 കൊരിന്ത്യർ 1:4 ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: മറ്റുള്ളവർ ബുദ്ധിമുട്ടുമ്പോൾ നമുക്കവരെ ആശ്വസിപ്പിക്കാൻ കഴിയേണ്ടതിന് അവൻ നമ്മുടെ എല്ലാ കഷ്ടതകളിലും നമ്മെ ആശ്വസിപ്പിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ അതേ ആശ്വാസം അവർക്ക് നൽകാൻ നമുക്ക് കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ,
നിങ്ങൾക്ക് ലഭിക്കുന്ന രോഗശാന്തി നിങ്ങളിൽ അവസാനിക്കുന്നില്ല, അത് നിങ്ങളിലൂടെ ഒഴുകുന്നു. ഇന്ന് ഒരാളുണ്ട്, ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകൾ പോലും ഒരിക്കൽ നിങ്ങളെ ബന്ധിപ്പിച്ച അതേ ബന്ധത്തിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. അവർ തങ്ങളുടെ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യുന്നു, സ്വയം കുറ്റപ്പെടുത്തുന്നു, ദൈവം അവരെ ഉപേക്ഷിച്ചോ എന്ന് ആശ്ചര്യപ്പെടുന്നു. അവർ ഒരു അടയാളത്തിനായി ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് നിങ്ങളെങ്കിലോ? നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ കഥ, നിങ്ങളുടെ മുന്നേറ്റം അവരെ പുറത്തേക്ക് നയിക്കുന്ന വെളിച്ചമാണെങ്കിലോ? ശുശ്രൂഷിക്കാൻ നിങ്ങൾക്കൊരു വേദി ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് ആധികാരികത മാത്രമാണ്. പ്രസംഗിക്കാൻ നിങ്ങൾക്കൊരു പ്രസംഗപീഠം ആവശ്യമില്ല. പ്രസംഗങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന വടുക്കൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. നാർസിസിസ്റ്റ് നിങ്ങളുടെ ഉദ്ദേശത്തെ നശിപ്പിച്ചില്ല, അവർ നിങ്ങളെ അത് പരിചയപ്പെടുത്തി. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്രിമത്വം മനസ്സിലായി, അതുവഴി മറ്റുള്ളവരെ അത് കണ്ടെത്തുവാൻ സഹായിക്കാനാകും. ഇപ്പോൾ നിങ്ങൾ ആത്മീയ യുദ്ധവുമായി പോരാടിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് അധികാരവുമായി മധ്യസ്ഥത വഹിക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ അവരുടെ വേദനയിലേക്ക് വിളിക്കാൻ കഴിയുന്ന തരത്തിൽ സ്വത്വവുമായി പോരാടിയിരിക്കുന്നു. നിങ്ങളുടെ വേദന നിങ്ങളുടെ വേദിയായി മാറിയിരിക്കുന്നു. നിങ്ങൾ പൂർണ്ണനായതുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തി ബലഹീനതയിൽ പൂർണ്ണമാക്കപ്പെട്ടതുകൊണ്ടാണ്. ജോസഫിനെ പോലെ ശത്രു തിന്മയ്ക്കായി ഉദ്ദേശിച്ചത് ദൈവം നന്മയ്ക്കായി ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. പൗലോസിനെ പോലെ ഞാൻ എൻ്റെ ശരീരത്തിൽ കർത്താവായ യേശുവിൻ്റെ അടയാളങ്ങൾ വഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. യേശുവിനെ പോലെ നിങ്ങൾ പുനരുത്ഥാന ശക്തിയോടെ എഴുന്നേൽക്കും, ജീവിക്കാൻ മാത്രമല്ല നയിക്കാനും. ഇത് വീണ്ടെടുക്കലിനെ കുറിച്ചല്ല, ഇത് വീണ്ടും നിയോഗിക്കുന്നതിനെ കുറിച്ചാണ്. ദൈവം നിങ്ങളെ ഒരു അതിജീവകനായി മാത്രമല്ല, രോഗശാന്തിയുടെ ശുശ്രൂഷകനായും ചക്രം തകർക്കുന്നവനായും ഒരു വിമോചകനായും ഒരു പ്രകാശവാഹകനായും ഒരു യോദ്ധാവായും ഒരു സാക്ഷിയായും ഉയർത്തുന്നു. നീ വെറുതെ നരകത്തിലൂടെ കടന്നുപോയതല്ല, താക്കോലുകളുമായി തിരിച്ചു വരാൻ നീ നരകത്തിലൂടെ കടന്നുപോയി. ഇപ്പോൾ ഒരു നിമിഷം എടുക്കൂ, ശ്വസിക്കുക. നീ കടന്നുപോയ എല്ലാറ്റിലേക്കും തിരിഞ്ഞു നോക്കൂ. ആശയക്കുഴപ്പം, ഹൃദയഭേദകം, ഒറ്റപ്പെടൽ, ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ, അദൃശ്യമായി തോന്നിയ ദിവസങ്ങൾ, ഗ്യാസ് ലൈറ്റിംഗ്, കൃത്രിമത്വം, ഭയം, ലജ്ജ, കോപം, മരവിപ്പ്, അതെല്ലാം നീ വഹിച്ചു. എന്നിട്ടും നീ ഇതാ ഇപ്പോഴും ശ്വസിക്കുന്നു, ഇപ്പോഴും തിരയുന്നു, ഇപ്പോഴും വിശ്വസിക്കുന്നു, അല്പമെങ്കിലും. തുടക്കം മുതൽ സത്യമായൊരു കാര്യം ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കട്ടെ. നിനക്ക് കാണാൻ കഴിയാത്തപ്പോഴും നീ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. ദൈവമെല്ലാം കണ്ടു, മറ്റാരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ, അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലെ കണ്ണുനീർ, നിനക്കൊരിക്കലും ലഭിക്കാത്ത ക്ഷമാപണം, നിനക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ആന്തരിക പോരാട്ടങ്ങൾ. അവൻ അന്ന് നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോൾ നിന്നോടൊപ്പമുണ്ട്. ഒരു നാർസിസിസ്റ്റിൻ്റെ ജീവിതത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയത് നിങ്ങൾ ചെലവഴിക്കാൻ കഴിയുന്നവരായതുകൊണ്ടല്ല, നിങ്ങൾ ഇതുവരെ അറിഞ്ഞിരുന്നില്ലെങ്കിലും നിങ്ങൾ സജ്ജരായിരുന്നതുകൊണ്ടാണ് നിങ്ങളെ അവിടെ ഉൾപ്പെടുത്തിയത്. ഒരു ഇരുണ്ട മുറിയിലെ വെളിച്ചമായിരുന്നു നിങ്ങൾ, കുഴപ്പങ്ങളുടെ നടുവിൽ യുക്തിയുടെ ശബ്ദം, അവർ കാണാൻ ആഗ്രഹിക്കാത്തത് പ്രതിഫലിപ്പിച്ച കണ്ണാടി. അവർ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചിരിക്കാമെങ്കിലും ദൈവം ഓരോ നിമിഷവും നിങ്ങളെ ഉണർത്താനും നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങളുടെ ഉദ്ദേശം വെളിപ്പെടുത്താനും നിങ്ങളുടെ കൈകളെ യുദ്ധത്തിനായി പരിശീലിപ്പിക്കാനും നിങ്ങളുടെ ഹൃദയത്തെ അനുകമ്പയ്ക്കായി പരിശീലിപ്പിക്കാനും ഉപയോഗിച്ചു. ഇപ്പോൾ എഴുന്നേൽക്കാനുള്ള സമയമായി. ധൈര്യത്തോടെയും ലജ്ജയില്ലാതെയും രോഗശാന്തിയിലേക്ക് ചുവടുവെക്കാൻ സമയമായി. വിവേകത്തോടെ നടക്കാൻ, നിങ്ങളുടെ മനസ്സിനെ ഇനി രണ്ടാമതൊന്നും ഊഹിക്കാതെ സത്യം സംസാരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പോഴും നിശബ്ദരായ മറ്റുള്ളവർക്ക് വേണ്ടിയും. ശത്രു നിങ്ങളെ തടയാൻ ശ്രമിച്ച എല്ലാം ആകാൻ. നിങ്ങൾ ഭ്രാന്തനല്ല. നന്നാക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ തകർന്നിട്ടില്ല. നിങ്ങൾ ക്രമരഹിതമായ വേദനയുടെ ഇരയല്ല. ശത്രു ഉദ്ദേശിച്ചത് തിന്മയ്ക്കായി എടുത്ത് നന്മയ്ക്കുള്ള ആയുധമാക്കി മാറ്റുന്ന ദൈവത്താൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയും വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഐഡന്റിറ്റി ഇപ്പോഴും കേടുകൂടാതെയിരിക്കും. നിങ്ങളുടെ അധികാരം ഇപ്പോഴും നിങ്ങളുടേതാണ്. നിങ്ങളുടെ വിളി കാലഹരണപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ കഥ ഇതൊരു തുടക്കം മാത്രമാണ്. ഈ വീഡിയോ നിങ്ങളെ വിശ്വാസത്തിൽ ബലപ്പെടുത്തിയെങ്കിൽ നിശ്ചയമായും വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനലിൻ്റെ മെമ്പർ ആകുവാൻ മറക്കല്ലേ.